ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു ജെയിം അക്കാഡമി. എൻക്ലിക് സാറിൻ്റെ ഇന്നത്തെ വീഡിയോയിലും ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത് ഏത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണെന്നും എങ്ങനെയാണ് ഇതിനെ അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. സോ വീഡിയോയിലേക്ക് കടക്കാം. സോ നമുക്ക് ആദ്യം ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ദ നേഴ്സ് ഹാസ് അറ്റൻഡഡ് എ സ്റ്റാഫ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം എബൌട്ട് സിസ്റ്റിക് ഫൈബ്രോസിസ്. സിസ്റ്റിക് ഫൈബ്രോസിസിനെ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റാഫ് എഡ്യൂക്കേഷൻ പ്രോഗ്രാം ഒരു നേഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. Which of the following should the nurse recognize as a complication of cystic fibrosis? So cystic fibrosisന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് ഈ നേഴ്സ് റെക്കഗ്നൈസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇതൊരു സാറ്റ ക്വസ്റ്റ്യൻ ആണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ സിസ്റ്റിക് ഫൈബ്രോസിസ് എന്താണെന്നും ഇതെങ്ങനെയാണ് ബോഡീനെ അഫക്റ്റ് ചെയ്യുന്നതെന്നും അറിഞ്ഞിരിക്കണം. അപ്പോൾ നമുക്ക് ഈ കോംപ്ലിക്കേഷൻ ആയിക്കോട്ടെ, ഇൻ്റർവെൻഷൻ ആയിക്കോട്ടെ, സിംറ്റംസ് ഒക്കെ നമുക്ക് ഗസ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ആദ്യം നമുക്ക് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്താണെന്ന് പഠിക്കാം. ഓക്കെ, സോ സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയുന്നത് ഒരു ഇൻഹെറിറ്റഡ് ഡിസോർഡർ ആണ്. ഇൻഹെറിറ്റഡ് കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ജനറ്റിക് കണ്ടീഷൻ ആണെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ജനറ്റിക് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ബോഡിയിലെ DNA അല്ലെങ്കിൽ ജനറ്റിക് മെറ്റീരിയലിൽ ചേഞ്ചസ് ഉണ്ടാവുന്നത് കൊണ്ട് ഒരു പേരൻറ്റിൽ നിന്ന് ചൈൽഡിലോട്ട് ട്രാൻസ്മിറ്റ് ആകുന്ന കണ്ടീഷൻസിനെയാണ് നമ്മൾ ഇൻഹെറിറ്റഡ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിസ്റ്റിക് ഫൈബ്രോസിസ് ഒരു ഇൻഹെറിറ്റഡ് അല്ലെങ്കിൽ ജനറ്റിക് ഡിസോർഡർ ആണ്. ഓക്കെ, ഇവിടെ സംഭവിക്കുന്നത് നമ്മുടെ ബോഡിയുടെ ഒരു പ്രോട്ടീനെ ഈ ഒരു കണ്ടീഷൻ അഫക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ പ്രോട്ടീൻ ഫോൾട്ടി ആകുന്നത് കാരണം നമ്മുടെ ബോഡിയിൽ മ്യൂക്കസ് അല്ലെങ്കിൽ സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻസ്, ടിഷ്യൂസ്, സെൽസ് ഇതിനെയൊക്കെ ഈ ഫോൾട്ടി പ്രോട്ടീൻ അഫക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സിസ്റ്റിക് ഫൈബ്രോസിസിന്റെ മെഡിക്കൽ അബ്രിവേഷൻ ആണ് CF എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. സിസ്റ്റിക് ഫൈബ്രോസിസ് ഒരു ജനറ്റിക് കണ്ടീഷൻ ആണ്. ഇത് നമ്മുടെ ബോഡിയുടെ പ്രോട്ടീനെ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഒരു പ്രോട്ടീനെ ചേഞ്ച് ചെയ്യുന്നു അല്ലെങ്കിൽ അഫക്റ്റ് ചെയ്യുന്നു. ഈ ഫോൾട്ടി ആയിട്ടുള്ള പ്രോട്ടീൻ നമ്മളുടെ ബോഡിയിൽ സ്വെറ്റും മ്യൂക്കസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻസ്, സെൽസ്, ടിഷ്യൂസ് ഓക്കെ ഇതിനെയൊക്കെ ബാധിക്കുകയാണ് ചെയ്യുന്നത്. സോ നോർമലി നമ്മുടെ ബോഡിയിലുള്ള മ്യൂക്കസ് എന്ന് പറയുന്നത്, അതായത് ഹെൽത്തി ആയിട്ടുള്ള മ്യൂക്കസ് എന്ന് പറയുന്നത് സ്ലിപ്പറി ആണ്, അല്ലേ? സ്ലിപ്പറി ആണ്. ആൻഡ് ഈ മ്യൂക്കസ് എന്താ ചെയ്യുന്നത്? നമ്മുടെ എയർവേ, ഡൈജസ്റ്റീവ് ട്രാക്റ്റ്, അതുപോലെ തന്നെ മറ്റു ഓർഗൻസിനെയും ടിഷ്യൂസിനെയും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നോർമലി ഒരു ഹെൽത്തി മ്യൂക്കസ് സ്ലിപ്പറി ആണ്. അത് എയർവേനെയും ഡൈജസ്റ്റീവ് ട്രാക്റ്റിനെയും അതർ ഓർഗൻസിനെയും ടിഷ്യൂനെയും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ബട്ട് സിസ്റ്റിക് ഫൈബ്രോസിസിൽ എന്താ സംഭവിക്കുന്നത്? മ്യൂക്കസ് തിക്ക് ആൻഡ് സ്റ്റിക്കി ആകും. ഓക്കെ, സോ തിക്ക് ആൻഡ് സ്റ്റിക്കി ആകുന്നത് കൊണ്ട് ഈ മ്യൂക്കസ് ഓർഗൻസിൽ ബിൽഡപ്പ് ആകാൻ തുടങ്ങും. അങ്ങനെ ബ്ലോക്കേജ് സംഭവിക്കാം, ഡാമേജ് സംഭവിക്കാം, അല്ലെങ്കിൽ ഈ അഫക്റ്റഡ് ആയിട്ടുള്ള ഓർഗൻസിൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകാം. സോ ഫോർ എക്സാമ്പിൾ ഇവിടെ ലങ്സിനെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. സോ ഇത് നോർമൽ എയർവേ ആണ്. ഓക്കെ, നോർമൽ എയർവേ, ഹെൽത്തി മ്യൂക്കസ് ഉള്ള എയർവേ ആണിത്. സിസ്റ്റിക് ഫൈബ്രോസിസിൻ്റെ സിറ്റുവേഷനിൽ ഈ മ്യൂക്കസ് തിക്കാകും, സ്റ്റിക്കി ആകും. അതുവഴി എന്ത് ചെയ്യും? ഇത് ബ്ലോക്ക് ആകും. എയർവേ ബ്ലോക്ക് ആകുന്നത് കൊണ്ട് എയർ ഫ്ലോ കുറയും. സോ എയർ ഫ്ലോ കുറയുന്നത് കൊണ്ട് പേഷ്യൻറ്റിന് ബ്രീതിങ് ഡിഫിക്കൽറ്റി പോലെയുള്ള ലങ് ഡിസീസിലോട്ട് അത് മാറും. ഓക്കെ, സോ ഇതാണ് നോർമലി സിസ്റ്റിക് ഫൈബ്രോസിസിൽ സംഭവിക്കുന്നത്. ഇത് ലങ്സിനെ മാത്രം ബാധിക്കുന്ന ഒരു കണ്ടീഷൻ അല്ല. നമ്മുടെ ബോഡിയിൽ മ്യൂക്കസ് അല്ലെങ്കിൽ സ്വെറ്റ് സെക്രീറ്റ് ചെയ്യുന്ന ഗ്ലാൻസിനെ, ടിഷ്യൂസിനെ, സെൽസിനെ ഒക്കെ ഇത് ബാധിക്കാം. നമുക്ക് സിസ്റ്റിക് ഫൈബ്രോസിസിനെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. അതിലൊന്നാണ് ക്ലാസിക് സിസ്റ്റിക് ഫൈബ്രോസിസ്, രണ്ടാമത്തത് എറ്റിപ്പിക്കൽ സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറയും. ക്ലാസിക് സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്പിൾ ഓർഗൻസിനെ ബാധിക്കുന്ന കണ്ടീഷനാണ്. ഓക്കെ, സോ യൂഷ്വലി ഇത് നമ്മൾ ജനിച്ചു കഴിഞ്ഞ് ഒരു ഫ്യൂ ഇയേഴ്സിനുള്ളിൽ ഡയഗ്നോസ് ചെയ്യും. ഓക്കെ, ജനറ്റിക് കണ്ടീഷൻ ആണല്ലോ. സോ ഒരു കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇത് ഡയഗ്നോസ് ചെയ്യും. ഓക്കെ, എറ്റിപ്പിക്കൽ സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസീസിൻ്റെ ഒരു മൈൽഡ് ഫോം ആണ്. അതായത് ചിലപ്പോൾ ഒരു ഓർഗനെ മാത്രമായിരിക്കും ഇത് ബാധിക്കുക. ഓക്കെ, ആൻഡ് സിംറ്റംസ് വന്നും പോയും നിൽക്കുന്ന തരത്തിലാണ്. അതായത് യൂഷ്വലി ഇറ്റ് കംസ് ആൻഡ് ഗോസ്, വന്നും പോയും നിൽക്കുന്ന രീതിയിലാണ്. കണ്ടിന്യൂസ് ആയിട്ട് സിംറ്റംസ് ഉണ്ടാവില്ല. ഓക്കെ, നൗ ഇത് യൂഷ്വലി ഡയഗ്നോസ് ചെയ്യുന്നത് ചൈൽഡ് കുറച്ചുകൂടെ പ്രായമായി കഴിഞ്ഞു കഴിഞ്ഞാൽ, അഡൽട്ട് ആകുമ്പോൾ അല്ലെങ്കിൽ ഓൾഡർ ചിൽഡ്രനിലാണ് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്. ഓക്കെ, സോ ക്ലാസിക് സിസ്റ്റിക് ഫൈബ്രോസിസ് നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ, ഫ്യൂ ഇയേഴ്സിനുള്ളിൽ തന്നെ ഡയഗ്നോസ് ചെയ്യും. എറ്റിപ്പിക്കൽ സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾഡർ ചിൽഡ്രനിൽ അല്ലെങ്കിൽ അഡൽട്ടിലാണ് ഇത് ഡയഗ്നോസ് ചെയ്യുന്നത്.
സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു സിസ്റ്റിക് ഫൈബ്രോസിസ് മൾട്ടിപ്പിൾ ഓർഗനെ ബാധിക്കാം. സോ ഫസ്റ്റ് മെയിൻ ആയിട്ട് ഇത് ബാധിക്കുന്നത് റെസ്പിറേറ്ററി സിസ്റ്റത്തിനെയാണ്. റെസ്പിറേറ്ററി സിസ്റ്റത്തിനെ ഇത് എങ്ങനെയാണ് ബാധിക്കുന്നത് നോക്കാം. ഓക്കെ, സോ നോർമലി ലങ്സിൽ സെക്രീഷൻസ് വളരെ തിന്നായിരിക്കും അല്ലേ. അത് എന്ത് സംഭവിക്കും, ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തിക്കായി മാറുന്നു ആൻഡ് ഇത് മൂവ് ചെയ്യുന്നില്ല. ഓക്കെ, സോ മൂവ് ചെയ്യാത്തപ്പോൾ എന്ത് സംഭവിക്കുന്നു, തിക്ക് സെക്രീഷൻസ് ഉള്ളത് കൊണ്ട് ഫ്രീക്വൻ്റ് ആയിട്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഉണ്ടാകാം. ഓക്കെ, റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് ഇങ്ങനെ വന്നും പോയും നിൽക്കുന്നത് കൊണ്ട് ലങ്സിന് ഡാമേജ് സംഭവിക്കുകയും ഗ്രാജ്വലി പെർമനൻ്റ് ആയിട്ട് ലങ് ഫങ്ഷൻ ലോസ് ആവുകയും ചെയ്യാം. ഓക്കെ, സോ ലങ്സിലെ മ്യൂക്കസ് നോർമലി തിന്നാണ്, അത് CF തിക്കാകുന്നു, മൂവ് ചെയ്യുന്നില്ല. ഓക്കെ, സോ തിക്കായിട്ടുള്ള മ്യൂക്കസ് മൂവ് ചെയ്യാത്തത് കൊണ്ട് റെസ്പിറേറ്ററി ഇൻഫെക്ഷൻസ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സംഭവിക്കുന്നത് കൊണ്ട് ലങ്സിൽ ഡാമേജ് സംഭവിക്കുകയും ഗ്രാജ്വലി പെർമനൻ്റ് ആയിട്ട് ലങ്സിൻ്റെ ഫങ്ഷൻ ലോസ് ആവുകയും ചെയ്യുന്നത്. ഓക്കെ, ഇൻഫെക്ഷൻ റേറ്റ് വളരെ കൂടുതലായതുകൊണ്ട് എസ്പെഷ്യലി ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിൽ ഇൻഫെക്ഷൻ റേറ്റ് കൂടുതലായതുകൊണ്ട് പേഷ്യൻറ്റിന് ക്രോണിക് കോഫ് ഉണ്ടാകാം, സ്പ്യൂട്ടത്തിൽ ബ്ലഡിൻ്റെ പ്രസൻസ് ഉണ്ടാകാം. ഓക്കെ, ആൻഡ് ഈ കോഫ് മോർണിംഗ് ആണ് കൂടുതൽ വേഴ്സ് ആകുന്നത് ആക്ടിവിറ്റി ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ. ഓക്കെ, ആൻഡ് ഇത് ന്യൂമോതൊറാക്സിലോട്ട് ലീഡ് ചെയ്യാം. ഓക്കെ, ലങ് കൊളാപ്സ് അല്ലെങ്കിൽ ന്യൂമോതൊറാക്സിലോട്ട് ലീഡ് ചെയ്യാം. ഓക്കെ, സോ CF ലോവർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെ മാത്രമല്ല ബാധിക്കുന്നത്, അപ്പർ റെസ്പിറേറ്ററി ട്രാക്റ്റിനെയും ബാധിക്കാം. നേസൽ പോളിപ്സ് അല്ലെങ്കിൽ നേസൽ ക്യാവിറ്റീനൊക്കെ ഇറിറ്റേഷൻസ് ഉണ്ടാകാം, സൈനസ് ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടാകാം. സോ ഇത് സൈനസിനെ ബാധിക്കുന്നുണ്ട്, ലങ്സിനെ ബാധിക്കുന്നുണ്ടെന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. ഓക്കെ, നൗ സെക്കൻഡ്ലി ഇത് ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ ബാധിക്കാം. ഓക്കെ, സോ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ഡൈജസ്റ്റീവ് സിസ്റ്റം എന്ന് പറയുമ്പോൾ ഇത് മെയിനായിട്ട് പാൻക്രിയാസിനെ ബാധിക്കും. ഓക്കെ, സോ പാൻക്രിയാസ് എന്ന് പറയുന്നത് എന്താണ് നോർമലി ചെയ്യുന്നത്, ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യുന്ന സബ്സ്റ്റൻസ് സെക്രീറ്റ് ചെയ്യുന്നത് പാൻക്രിയാസ് ആണ്. നൗ ഈ സെക്രീഷൻസും തിക്കായി മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ പാൻക്രിയാസ് നോർമലി ഉൽപ്പാദിപ്പിക്കുന്ന സെക്രീഷൻസ്, അതായത് ഈ പാൻക്രിയാസ് എന്ത് സെക്രീഷൻസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ഡൈജഷനെയും അതുപോലെ തന്നെ നമ്മുടെ ബ്ലഡ് ഷുഗർ ലെവലിനെയും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന സബ്സ്റ്റൻസസ് ആണ് സെക്രീറ്റ് ചെയ്യുന്നത്. സോ ഈ സെക്രീഷൻസ് എന്ത് ചെയ്യും, തിക്കായി മാറുന്നത് കൊണ്ട് എഗെയിൻ പാൻക്രിയാസിൻ്റെ ഡക്റ്റും ക്ലോഗ് ആകാം അല്ലെങ്കിൽ ബ്ലോക്ക് ആയിട്ട് മാറാം. ഓക്കെ, പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന എൻസൈംസ് അവിടെ കുറയുന്നു, അപ്പോൾ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല ഫുഡിന്, അതായത് ഡൈജഷനെ ഹെൽപ്പ് ചെയ്യുന്ന സെക്രീഷൻസ് അവിടെ കുറയുന്നത് കൊണ്ട് ഫുഡ് പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ആകുന്നില്ല. സോ അതുകൊണ്ട് തന്നെ CF ഉള്ള ഒരാൾക്ക് പ്രോട്ടീൻ, ഫാറ്റ്, വിറ്റമിൻസ് ഇതൊക്കെ അബ്സോർബ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. ഓക്കെ, സോ ഇങ്ങനെയാണ് ഇത് ഡൈജസ്റ്റീവ് ട്രാക്റ്റിനെ ബാധിക്കുന്നത്. ഓക്കെ, സോ ഒന്നുകൂടെ നമുക്ക് പറയാം, പാൻക്രിയാസിനെ ഇത് ബാധിക്കുന്നുണ്ട്. അതായത് പാൻക്രിയാസ് സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഈ സെക്രീഷൻസ് നമ്മുടെ ഡൈജഷനെയും ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ടൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഈ സെക്രീഷൻസ് തിക്കായി മാറുന്നു. അപ്പോൾ ഓൾറെഡി നമ്മൾ പറഞ്ഞു സിസ്റ്റിക് ഫൈബ്രോസിസിൽ നോർമൽ മ്യൂക്കസ് തിക്കാവുകയാണ് ചെയ്യുന്നത്. സോ തിക്കാവുന്നത് കൊണ്ട് പാൻക്രിയാസിൻ്റെ ഡക്റ്റിന് ക്ലോഗിങ് സംഭവിക്കാം അല്ലെങ്കിൽ അത് ബ്ലോക്ക് ആകാം. അങ്ങനെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ പ്രോപ്പറായിട്ട് ഫാറ്റും പ്രോട്ടീനും ന്യൂട്രിയൻസ് ഒന്നും അബ്സോർബ് ആകാതെ വരുന്നു. ഓക്കെ, സോ ഇതാണ് ഡൈജസ്റ്റീവ് ട്രാക്റ്റിൽ സംഭവിക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റമാണ്. സോ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെയാണ് നെക്സ്റ്റ് ഇത് ബാധിക്കുന്നത്. അതായത് ഇൻഫെർട്ടിലിറ്റി ആണ് നോർമലി കോസ് ചെയ്യുന്നത്. ഓക്കെ, സോ സ്പേം സെക്രീഷനെ ബാധിക്കുന്നത് കൊണ്ടാണ് ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകുന്നത്. സോ ഇങ്ങനെയാണ് സിസ്റ്റിക് ഫൈബ്രോസിസ് നമ്മളുടെ ബോഡീനെ അഫക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ മെയിൻ ആയിട്ട് റെസ്പിറേറ്ററി സിസ്റ്റം, ഡൈജസ്റ്റീവ് സിസ്റ്റം ആൻഡ് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിനെയാണ് ഇത് ബാധിക്കുന്നത്. സോ നൗ നമ്മൾ ഓൾറെഡി പറഞ്ഞു സിസ്റ്റിക് ഫൈബ്രോസിസ് എങ്ങനെയാണ് ബോഡീനെ ബാധിക്കുന്നത് എന്നുള്ളത്. സോ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് സിംറ്റംസ് നോക്കുമ്പോൾ നമ്മുടെ ഡൈജസ്റ്റീവ് ഓർഗനായ പാൻക്രിയാസ്, ഇൻറ്റസ്റ്റൈൻ ഇതിനെയൊക്കെ ബാധിക്കുന്നത് കൊണ്ട് പേഷ്യൻറ്റിന് മാൽന്യൂട്രീഷൻ സംഭവിക്കാം, മാൽന്യൂട്രീഷൻ ഉണ്ടാകാം, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ് കുറയും. ഓക്കെ, പുവർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. ഇനി ലങ്സിനെ ബാധിക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കാം, ഫ്രീക്വൻ്റ് ആയിട്ട് ലങ് ഇൻഫെക്ഷൻസ് ഉണ്ടാകാം, ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടാകാം, ക്രോണിക് ലങ് ഡിസീസ് ഉണ്ടാകാം. പിന്നെ നമ്മൾ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് പറഞ്ഞു അല്ലേ, സൈനസൈറ്റിസ് ഉണ്ടാകാം, നേസൽ പോളിപ്സ് ഉണ്ടാകാം, എക്സസീവ് ആയിട്ടുള്ള കോഫ്
നമ്മൾ പറഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ ഡയബറ്റിസ്, നമ്മൾ പാൻക്രിയാസിനെ ബാധിക്കുന്നത് കൊണ്ട് ഡയബറ്റിസ് ഉണ്ടാകാം, ലിവർ ഡിസീസ് ഉണ്ടാകാം, പാൻക്രിയാസിന് ഇൻഫ്ലമേഷൻ ഉണ്ടാകാം, ലങ്സ് കൊളാപ്സ് ആകാം, അതായത് ഇന്റൻസ് ആയിട്ട് കോഫ് ചെയ്യുന്നത് കൊണ്ട് ലങ്സിൽ കൊളാപ്സ് ഉണ്ടാകാം, ബ്ലഡ് പ്രസൻസ് സ്പ്യൂട്ടത്തിൽ നമുക്ക് കാണാൻ പറ്റും, ലങ്സിൽ ഒരുപാട് പ്രഷർ ഉള്ളത് കൊണ്ട് ഹാർട്ടിൻ്റെ റൈറ്റ് സൈഡിൽ എൻലാർജ്മെൻറ്റ് കാണാനായിട്ട് പറ്റും. അതായത് കോർ പൾമനയിൽ എന്ന് നമ്മൾ പറയും. സോ എൻലാർജ്മെൻറ്റ് കാണും. നൗ ഇൻറ്റസ്റ്റൈനെ ഒക്കെ ബാധിക്കുന്നത് കൊണ്ട് ബെലി പെയിൻ ഉണ്ടാകാം, ഇൻറ്റസ്റ്റൈനിൽ ടു മച്ച് ഗ്യാസ് പ്രൊഡക്ഷൻ ഉണ്ടാകാം. സോ സിസ്റ്റിക് ഫൈബ്രോസിസ് എങ്ങനെയാണ് ബോഡീനെ ബാധിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ഈ സിംറ്റംസ് അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് തിരിച്ചു വരാം. ക്വസ്റ്റ്യനിൽ കൊടുത്തിരിക്കുന്നത് മാൽ ന്യൂട്രീഷൻ. അപ്പോൾ സിസ്റ്റിക് ഫൈബ്രോസിസിൻ്റെ പ്രോസസ്സ് അനുസരിച്ച് മാൽ ന്യൂട്രീഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, കോംപ്ലിക്കേഷൻ ആണ്. ഓക്കെ, സോ പേഷ്യൻറ്റിന് മാൽ ന്യൂട്രീഷൻ ഉണ്ടാകാം. കാരണം എന്താണ്? പാൻക്രിയാസ് ഡൈജസ്റ്റീവ് സെക്രീഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, ബോഡിയിൽ ഫുഡ് ഡൈജസ്റ്റ് ആകുന്നില്ല പ്രോപ്പർലി, പ്രോട്ടീന് അല്ലെങ്കിൽ ഫാറ്റ് കാലറീസ് ഒന്നും അബ്സോർബ് ആകുന്നില്ല, അങ്ങനെ മാൽ ന്യൂട്രീഷൻ ഉണ്ടാകാം. ഓസ്റ്റിയോപോറസിസ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഓസ്റ്റിയോപോറസിസ് എന്ന് പറയുന്നത് ബോൺ ഹെൽത്ത്, അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റിനെ ബാധിക്കാം അല്ലേ. സോ ബോൺ ഹെൽത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ആയിക്കോട്ടെ, കാൽഷ്യം ആയിക്കോട്ടെ, മാൽ ന്യൂട്രീഷനിലൂടെയാണ് അത് സംഭവിക്കുന്നത്. സോ ഓസ്റ്റിയോപോറസിസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. യൂട്രൈൻ ഫൈബ്രോയിഡുമായിട്ട് ഈ കണ്ടീഷൻ റിലേറ്റഡ് അല്ല. ഡയബറ്റിസ് മെലൈറ്റിസ് ഓഫ് കോഴ്സ് ഡെവലപ്പ് ആകും. പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ. പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്നത് നമ്മളുടെ ഇൻറ്റസ്റ്റൈനിൽ നിന്നും ലിവറിലോട്ട് ബ്ലഡ് ക്യാരി ചെയ്യുന്ന പോർട്ടൽ വെയിൻ്റെ പ്രഷർ കൂടുന്നതാണ് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ. സോ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇത് ലിവറിനെയും ഇൻറ്റസ്റ്റൈനെയും ബാധിക്കുന്ന ഒരു കണ്ടീഷൻ ആണ് എന്നുള്ളത് അല്ലേ. സോ അതുകൊണ്ട് തന്നെ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാനുള്ള സാധ്യത ഇവിടെ വളരെ കൂടുതലാണ്. കാരണം പോർട്ടൽ വെയിന് പ്രഷർ കൂടുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഓക്കെ, സോ CF ഉള്ളൊരു പേഷ്യൻറ്റിന് ലിവർ ഡാമേജ് ഉണ്ടാകാമെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ ലിവർ ഡാമേജ് ഉണ്ടാകുമ്പം ലിവറിൽ ഫൈബ്രോസിസും സ്കാറിങ്ങും സംഭവിക്കും. അതുവഴിയാണ് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുന്നത്. ഓക്കെ, അത് മാത്രമല്ല പോർട്ടൽ വെയിനിൽ ഈ ഒരു പ്രഷർ ഉണ്ടാവുന്നത് കാരണം ബ്ലഡും പ്രോപ്പറായിട്ട് ഫ്ലോ ആകാതെ വരും. ഓക്കെ, സോ ഇത്രയുമാണ് സിസ്റ്റിക് ഫൈബ്രോസിസിന്റെ കോംപ്ലിക്കേഷൻ ആയിട്ട് വരുന്നത്. ഓക്കെ, സോ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് മാൽ ന്യൂട്രീഷൻ, ഓസ്റ്റിയോപോറസിസ്, ഡയബറ്റിസ് മെലൈറ്റിസ് ആൻഡ് പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ. സോ സിസ്റ്റിക് ഫൈബ്രോസിസ് എന്ന കണ്ടീഷൻ എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കുക, എങ്ങനെയാണെന്ന് ബോഡീനെ അഫക്റ്റ് ചെയ്യുന്നത് മനസ്സിലാക്കുക, എന്നിട്ട് കോംപ്ലിക്കേഷൻസ് ഗസ് ചെയ്ത് കണക്ട് ചെയ്ത് എടുക്കുക. ഓക്കെ, സോ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.